അസ്സലാമു അലൈക്കും ടു ആൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ അതായത് 2/3/26 സെയിൽസ് അനാലിസിസ് ഇന്നൊരു 9K ലെസ്സറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു 5 ഷോപ്പ് വിസിറ്റ് ലെസ്സായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഒരു പെർഫോമൻസ് കുറവാണ് ഇപ്പോൾ വരുന്നത്. നമ്മൾ പിന്നെ കഴിഞ്ഞ വീക്കിലൊക്കെ ഒരു റമദാൻ സീസണിൻ്റെ സെയിലായിരുന്നു ഭൂരിഭാഗം വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് ഹയർ ഗ്രാഫിൽ നമ്മൾ പിന്നെ ഡീപ്പർ അതായത് അടിയിലേക്ക് പോകാൻ പോവാണ്. ഇനിയിപ്പോൾ പിന്നെ നെക്സ്റ്റ് പെരുന്നാളിൻ്റെ വീക്കൊക്കെ ആകുമ്പോൾ നല്ലൊരു ബൂമർ ഉണ്ടാവുക. പിന്നെ അതങ്ങനെ പിന്നെ ഒരുപോലെ പോകുന്നൊരു ഗ്രാഫായിട്ടാണ് നമ്മൾക്ക് പൊതുവെ അനുഭവപ്പെടുന്നത്. സോ ഞാൻ ഈ വീഡിയോ എടുത്ത് കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എത്രത്തോളം ബോറിംഗ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ ഒരേ കാര്യം പിന്നെ കുറേ വീഡിയോയിൽ ഒരുപോലെ ഇങ്ങനെ ഈ ഒരു സെയിൽസിന്റെ ഇത് പറയുന്നു, ഷോപ്പ് പറയുന്നു എന്നൊക്കെ പറയും. അപ്പം പിന്നെ ഇതിങ്ങനെ റിപ്പീറ്റേറ്റീവ് ആകുമ്പോൾ ഒരു ഹ്യൂമൻ നാച്ചർ അനുസരിച്ച് നമുക്ക് ഒരു ബോറിങ് സംഭവം വരും. അപ്പോൾ ആ ഒരു ബോറിങ് പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരില്ല. അതായത് നമ്മൾ ഡെയിലി ഷോപ്പിൽ പോകുന്നു, പിന്നെ ധാരാളം കൊടുക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ ഇതിങ്ങനെ ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ എത്രത്തോളം ബോറിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് തോന്നും. അപ്പം പിന്നെ ഇത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ, നമുക്ക് സെയിൽസ് കൂട്ടണമെങ്കിൽ സെയിൽസ് കൂട്ടാനാണ് ഞാൻ പിന്നെ ഈ ഒരു സീരീസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെയിൽസ് കൂട്ടണമെങ്കിൽ ഇവിടെ ഒരു മേജർ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സെയിം സംഗതി പിന്നെ ചെയ്തിട്ട് കാര്യമില്ല, എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, എന്നാലേ സെയിൽസ് കൂടുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് കിട്ടി. ഈ ഒരു വീഡിയോ നമ്മൾ ഡെയിലി ഇടുന്നതോടുകൂടി ഏകദേശ രൂപം നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ഇതാണ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വരും. പിന്നെ വാട്ട്സ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതാണ് പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ പിന്നെ അതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൽ നമുക്ക് ഓരോ പിന്നെ പ്രോബ്ലംസ്, അതായത് കസ്റ്റമർ പ്രോബ്ലംസ് സോൾവ് ചെയ്യാറുണ്ട്. കസ്റ്റമർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ കംപ്ലൈൻസ്, പിന്നെ ഓഫർ സെറ്റിങ്, പിന്നെ ബാർകോഡ്, എല്ലാ പ്രൊഡക്റ്റിനും ഇപ്പോൾ ബാർകോഡൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ സെയിൽസ് പ്രോസസ്സ്, അതുപോലെ തന്നെ ഓൺലൈൻ അപ്പിയറൻസ്, മെമ്പർഷിപ്പ് പ്ലാൻ, കമ്മ്യൂണിറ്റി ബിൽഡിംഗ്, അതൊക്കെ പിന്നെ നമുക്ക് ചെയ്യണം. അപ്പം പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രാ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കാവും. അല്ലാതെ നമ്മൾ പിന്നെ സെയിം കാര്യം ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു എക്സ്ട്രാ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് കാര്യമല്ല. നമ്മൾ പിന്നെ പ്ലാൻ മേക്ക് ചെയ്യുന്നുണ്ട്. പ്ലാനിങ്ങിനായിട്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ പിന്നെ ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഓരോ ദിവസവും അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.